പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നീല ട്രോളി വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തു. ഇരുവരുടെയും വീട്ടിലെത്തിയാണ് പാലക്കാട് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. പോലീസ് മനുഷ്യത്വരഹിതമായി ഇടപെട്ടെന്ന ആരോപണം ഇരുവരും ആവർത്തിച്ചു. പാലക്കാട് സൗത്ത് CA ഐശ്വര്യയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് ആലപ്പുഴയിലെ വീട്ടിലെത്തി ഷാനിമോൾ ഉസ്മാനിൽ നിന്ന് മൊഴിയെടുത്തത്. ചോദ്യം ചെയ്യൽ 3/4 മണിക്കൂർ നീണ്ടു. പോലീസ് നടപടിക്കെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന ഷാനിമോൾ ഉസ്മാൻ. പോലീസ് പാതിരാ നാടകം, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. പൊതുജന മനസാക്ഷിയുടെ മുന്നിൽ കുറച്ചു നേരമെങ്കിലും കള്ളപ്പണം സൂക്ഷിച്ചവരായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ആ നിലപാടിനെ ഒരു കാരണവശാലും ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപമാനപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഇവിടെ ഉണ്ടാക്കിയത് വ്യവസ്ഥിതിയാണ്, പോലീസാണ്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ബിന്ദു കൃഷ്ണയുടെ വീട്ടിൽ പോലീസ് സംഘം എത്തിയത്. മൊഴിയെടുക്കൽ 1 മണിക്കൂറോളം നീണ്ടു. വ്യാജ പരാതി ഉന്നയിച്ച CPM നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന് ബിന്ദു കൃഷ്ണ. ഈ റെയ്ഡിന് ആരും നിർദ്ദേശം നൽകി? സംസ്ഥാനത്തെ മന്ത്രി MB രാജേഷ് നിർദ്ദേശം നൽകി. ഏത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ നിർദ്ദേശം നൽകി? ഞങ്ങളെ അപമാനിച്ച റെയ്ഡിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. അതിന് ഉത്തരവിട്ട അല്ലെങ്കിൽ അന്ന് നിർദ്ദേശം നൽകിയ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ കേസെടുക്കണം. കഴിഞ്ഞ മാസം 7-ന് DGPക്ക് നേതാക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. FIR പോലും ഇടാതെ 1 മാസം കഴിഞ്ഞാണ് മൊഴിയെടുക്കാൻ പോലീസ് എത്തിയതെന്നാണ് ആക്ഷേപം. ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. 24 കൊല്ലം.